ആടുജീവിതം പടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. തിയേറ്ററിലെത്തി. പടം കണ്ടിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് പടമെന്ന്. ആദ്യമായിട്ടാണ് പടം കാണാൻ കുറേ നാൾക്ക് ശേഷം തിയേറ്ററിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം ഞാൻ അവസാനമായിട്ട് കണ്ടത് ലിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പല പടങ്ങളും തിയേറ്ററിൽ പോയി കാണാനുള്ള അത്ര ഒരു ഇതൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആടുജീവിതം ഒത്തിരി നല്ല പ്രതീക്ഷയുണ്ട്. കഥയൊക്കെ അറിയാം. പൃഥ്വിരാജിൻ്റെ മൂവിയാണ്. അപ്പം എന്തായാലും പടം കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പുതിയതായി കണ്ട ഇന്നലെ ഇറങ്ങിയ ആടുജീവിതം എന്ന മൂവിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുമായി പങ്കിടുകയാണ്. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടും ടേസ്റ്റും അഭിപ്രായങ്ങളും ഒക്കെ ആണല്ലോ. ഇന്നലെ പടം കണ്ടിറങ്ങി ഒത്തിരി വൈകിയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ ആ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം ഇറങ്ങുന്ന ഒരു നല്ല പടം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും എൻ്റെ നല്ല അഭിനന്ദനം അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പ്രത്യേകിച്ച് വളരെ ഡെഡിക്കേഷനൊക്കെ കൊടുത്ത്, കൂടാതെ ശരീരവും മനസ്സും എല്ലാം അർപ്പിച്ച് അഭിനയിച്ച നമ്മുടെയൊക്കെ പൃഥ്വിരാജ്, കൂടെ അഭിനയിച്ച ആ പുതിയ നടനും. ആ പുതിയ നടൻ്റെ പേരെനിക്കറിയില്ല. മൊത്തത്തിൽ വളരെ നാൾക്ക് ശേഷം വ്യത്യസ്തമായി ഇറങ്ങിയ നമ്മുടെയൊക്കെ മനസ്സിനെ ഈർന്നണിയിക്കുന്ന ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു ആ പടത്തിലൂടെ കാഴ്ചവെച്ചത്. ആ പടത്തിലെ കഥ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞവരാണല്ലോ നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ പടം എന്നെ അപേക്ഷിച്ച് പടത്തിലെ കഥയല്ല ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തത്, ആസ്വദിച്ചതും. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പൃഥ്വിരാജ് എന്ന വലിയ നടൻ, നജീബ് എന്ന ആ വ്യക്തി അനുഭവിച്ച കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ മുന്നിൽ ഒരു ബിഗ് സ്ക്രീനിലൂടെ കാട്ടിത്തരുവാൻ വേണ്ടി എടുത്ത ആ എഫേർട്ട്, കൂടാതെ അതിനുവേണ്ടി എടുത്ത ബോഡി ട്രാൻസ്ഫോർമേഷൻ, അതെടുത്തു പറയാതെ വയ്യ ഇവിടെ. പിന്നെ സിനിമയിലൂടെ അഭിനയിക്കാനല്ലേ കഴിയൂ. നജീബ് എന്ന ആ മനുഷ്യൻ അനുഭവിച്ച് ഇതിൻ്റെ ഒരു 100ൽ 1 എന്ന് മാത്രം. എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഈ സിനിമയെക്കുറിച്ച്. ഒത്തിരി പേരുടെ വളരെ നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ സിനിമ. ഓരോരുത്തരും ഓരോ സിനിമ എടുക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഒന്നു മാത്രം അറിയുക, പ്രൊമോഷനിലൂടെയും ഫാൻസിലൂടെയും ഒക്കെ കുറേ വാക്കുകൾ വാരി എറിഞ്ഞ് പടമെടുത്ത് വിജയിപ്പിക്കുന്നതിലല്ല ഒരു നല്ല സിനിമ ഉണ്ടാവുന്നത്. 100 പടം ഇറക്കുന്നതിൽ അല്ല ഒരു സംവിധായകൻ്റെ കഴിവ് തെളിയിക്കുന്നത്. നല്ലൊരു സിനിമ ഇറക്കുക, അത് പൈസ മുടക്കി കാണുമ്പോൾ കാണികൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആകണം. പണ്ടൊക്കെയുള്ള സിനിമ ഇപ്പോഴും നാം ഓരോരുത്തരുടെ മനസ്സിൽ
ഉറങ്ങാതെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നാം ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന കഥകളും പശ്ചാത്തലങ്ങളും ഒക്കെയാണ്. അവസാനമായി എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഈ സിനിമ ഇറങ്ങാനും ഇതിൻ്റെ കഥയ്ക്കും ഒക്കെ ഒരു വ്യക്തിയാണ്, നജീബ് എന്ന ആ വ്യക്തി അനുഭവിച്ച യാതനയുടെ പടമാണിത്. അത് നാം ഓരോരുത്തരും മറക്കരുത്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ വെറും മോടികൾ മാത്രമേ ഉള്ളൂ. പടം ഇറങ്ങുന്നതിന് മുന്നേ മുടക്കിയ മുതൽ പ്രൊമോഷനിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നേടിക്കഴിയും. നാട്ടിൽ പെൺവാണിഭവങ്ങൾ, കൊലപാതകങ്ങൾ പെരുകുമ്പോൾ സിനിമ എടുക്കുന്നവർക്ക് ഒരു കഥയാകും. അത് പല രീതിയിൽ വെച്ച് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അത് നല്ല പടമാണെന്ന് പറഞ്ഞ് വിജയിപ്പിക്കുന്ന കുറേ സമൂഹവും. ഇപ്പോൾ ഏത് സിനിമ ഇറങ്ങിയാലും അതിൻ്റെ പശ്ചാത്തലം എല്ലാം ഒന്ന് തന്നെയാണ്: പെൺവാണിഭം അല്ലെങ്കിൽ കൊലപാതകം. അത് പല രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ കൊടുക്കുന്നു. കൂടാതെ ഒരേ വിഭവം പല ഫ്ലേവർ ഇട്ട് മുന്നിലെത്തിക്കുന്നു എന്നതുപോലെയുള്ളൂ. എല്ലാം ഒരു കഥകൾ തന്നെയാണ്. പക്ഷേ പണ്ടൊക്കെ ഇറങ്ങുന്ന സിനിമകൾക്ക് നല്ലൊരു തിരക്കഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് തിരക്കഥയില്ല, ആയുസ്സുമില്ല അധികം. മറിച്ച് കുറേ തള്ളുകളും ബഹളങ്ങളും. അങ്ങനെയല്ലായിരുന്നു പണ്ടൊക്കെ നമ്മുടെ സിനിമകൾ. ഇതുപോലെയുള്ള നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ സിനിമ വരും തലമുറയ്ക്ക് ഒരു ഓർമ്മകൾ മാത്രമായിരിക്കും. ബ്ലെസി സാർ എന്ന ആ നല്ല സംവിധായകൻ എടുത്ത ഓരോ എഫേർട്ടും പോലെ ഒരു നല്ല സംവിധായകൻ നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയും കൂടാതെ ഇതുപോലെയുള്ള സിനിമകളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പൃഥ്വിരാജിനും ബ്ലെസി സാറിനും കൂടെ പ്രവർത്തിച്ച ഇതിൻ്റെ ഓരോ ടീമിനും എൻ്റെ ബിഗ് സല്യൂട്ട്. നന്ദി, നമസ്കാരം. എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇതിലൂടെ പങ്കുവച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും കാരണത്തിൽ വേദനിച്ചെങ്കിൽ സദ്യം ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം സൺബ്രൈറ്റ് ബ്ലോഗ്സ്.